പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതായി പരാതി. പത്തനംതിട്ട ചെറുകോൽ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള അൻഷാദ് സലീമാണ് പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്. ഇയാൾ NGO യൂണിയൻ്റെ ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് ഇയാൾ ഇപ്പോൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനെതിരെ പരാതിയുമായി ഇപ്പോൾ BJP പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇയാൾക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്കടക്കം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അദ്ദേഹം ഇന്നലെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട്, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായി. അതിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിനകത്ത് പ്രതിഷേധമുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കേവലം ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം പ്രധാനമന്ത്രി അല്ലല്ലോ, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇന്നലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് പ്രതിഷേധമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടുള്ള കാര്യമല്ല. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സർവീസ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രീതിയിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ അൻഷാദ് സലീം എന്ന് പറയുന്ന വ്യക്തി ഈ പോസ്റ്റ് ഇട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ തന്നെ SP-ക്കും റാന്നി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഇതുവരെ FIR ഇടാനോ മറ്റ് കാര്യങ്ങൾക്കോ തയ്യാറായിട്ടില്ല. നമുക്കപ്പോൾ മനസ്സിലാക്കിയെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പകലൊരു CPM പ്രവർത്തകനാണ്. ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പ്രശ്നങ്ങളുണ്ടാകുകയും അവർക്കെതിരെ പുള്ളി സംസാരിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിയുമായിട്ട് സംബന്ധിച്ച്. അപ്പോൾ ഇദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് പകൽ നിൽക്കുന്നത് കൊണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ പോലീസോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഇന്ന് വീണ്ടും SP ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ പോലീസ് പരാതി FIR ഇടാനോ മറ്റ് നടപടികൾക്കോ തയ്യാറായിട്ടില്ല. പോലീസ് ഇത് കേസ് എടുക്കാതിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഡിജിറ്റൽ തെളിവുകൾ, ഫോണിലടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ടുള്ള രീതിയിലാണ് ഇതുവരെ നടപടികൾ സ്വീകരിക്കുന്നത്. ഇനിയും താമസിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഫോൺ മാറ്റാനും ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇതിലൂടെ ഇവിടുത്തെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം ആ സ്റ്റാറ്റസ് പിൻവലിച്ചു. അതിലെന്താണ് പിന്നീട് സംഭവിച്ചത്? അല്ല, അത് അദ്ദേഹം പ്രൊഫൈലുകളെല്ലാം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മറ്റുള്ളവർക്കൊന്നും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഡിലീറ്റ് ചെയ്തില്ലയൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിയമപരമായിട്ട് നടപടികൾ എടുക്കേണ്ട ഒരു സംവിധാനവും നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഹെൽത്ത് സെൻ്ററിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കത്തില്ല എന്ന നിലപാടിലാണ് ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്ന? ആർക്കൊക്കെയാണ്? നമ്മളിപ്പോൾ പരാതി കൊടുത്തേക്കുന്ന റാന്നി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, PM ഓഫീസിന് കൊടുത്തിട്ടുണ്ട്. IB-യുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. നമുക്ക് രണ്ട് കാര്യമാണുള്ളത്. കാര്യം ഇതിനകത്തൊരു ക്രിമിനൽ ഒഫൻസ് ഉണ്ട്. അപ്പോൾ അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി വേണം. അത് മാത്രമല്ലാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അറിയാൻ സാധിച്ചു. ഇദ്ദേഹം ഓഫീസ് സമയങ്ങളിൽ വന്ന് ഒപ്പിട്ടതിന് ശേഷം സംഘടനാപരമായിട്ടുള്ള ജോലികൾ ചെയ്യുകയും ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുന്നതായിട്ടും ദേശാഭിമാനിയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ അടുത്ത് പോയി ഭീഷണിപ്പെടുത്തുന്നതായിട്ടും ഒക്കെ നമുക്കിപ്പോൾ വോയിസുകളടക്കമുള്ളത് നമുക്ക് പലയിടത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് പരാതികളായിട്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണവും നടപടിയും വേണം. കാര്യം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹം എല്ലാ ദിവസവും വന്ന് ഒപ്പിട്ട് പോയിട്ട് മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയും വേണം. അടിയന്തരമായിട്ട് അദ്ദേഹത്തെ ഈ സ്ഥലത്തു നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങളുടെ പ്രധാന ആവശ്യം അദ്ദേഹത്തെ ഈ സെൻറ്ററിൽ നിന്ന് മാറ്റണം. അതുപോലെ ഞങ്ങളുടെ ചെറുകോൽ ഗ്രാമപഞ്ചായത്തിൽ പോലും എടുക്കാനോ ഇനി വരുവാനോ പറ്റില്ല. അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അൻഷാദ് സലീം എന്ന ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരെ വകുപ്പ് തല നടപടി വേണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഇനി അത്തരത്തിൽ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിലും ശക്തമായ രീതിയിൽ പ്രതിഷേധമടക്കം സംഘടിപ്പിക്കാനാണ് BJP നേതാക്കളുടെ തീരുമാനം. പത്തനംതിട്ട ചെറുകോലിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.